കൃഷിഭവൻ്റെ ഒരുമുറം പച്ചക്കറി പദ്ധതിയിൽ നിന്ന് കിട്ടിയ തൈ വെച്ചുണ്ടായതാണ് ഈ പടവല. ചേന, ചേമ്പ്, കാച്ചിൽ, ഇഞ്ചി, മഞ്ഞൾ, കപ്പ തുടങ്ങി ഒരുവിധമുള്ള എല്ലാത്തരം പച്ചക്കറികളും ഇപ്പോൾ ഇവിടെയുണ്ട്. ഞാൻ അക്കൗണ്ടൻ്റായിട്ട് ജോലി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് വർഷം മുമ്പ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്കും കൃഷിഭവനും കൂടി നടത്തിയ ഒരു ജൈവ പച്ചക്കറിയുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാനിടെ ആ ക്ലാസ് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അവർ തന്ന കുറച്ച് തൈകളൊക്കെ വെച്ച് ഞാൻ ചെറുതായിട്ട് കൃഷി തുടങ്ങി. അതിൽ നിന്നുള്ള ആദ്യത്തെ വിളവെടുത്ത ദിവസം ഞാൻ എൻ്റെ അക്കൗണ്ടൻറ്റ് ജോലി വേണ്ടാന്ന് വെച്ചു. വീട്ടിലാവശ്യത്തിനുള്ള പച്ചക്കറികൾ എടുത്തതിന് ശേഷമുള്ളത് എല്ലാം ഞാൻ ബാങ്കിൻ്റെ സംഭരണ കേന്ദ്രത്തിലേക്ക് കൊടുക്കുകയാണ്. പള്ളിപ്പുറം പഞ്ചായത്തിൽ ഏകദേശം 1000-ഓളം കുടുംബങ്ങളിൽ കൃഷി ചെയ്തു വരുന്നു. ഇവിടുത്തെ സഹകരണ ബാങ്ക് പച്ചക്കറി കൃഷിക്കായി ഏകദേശം 25,000 രൂപയും മറ്റ് സംയോജിത കൃഷികൾക്കായി 1 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ നൽകി വരുന്നു. ഇവിടുത്തെ തന്നെ പച്ചക്കറി സ്റ്റോളിൽ സംഭരണവും വിതരണവും നടക്കുന്നതിനാൽ കർഷകർക്ക് തന്നെയാണ് കൂടുതൽ ലാഭം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കൊല്ലം പച്ചക്കറികളുടെ ഉൽപ്പാദനം 6 ലക്ഷം ടണ്ണിൽ നിന്നും 10 ലക്ഷം ടണ്ണായി വർദ്ധിച്ചു. ഈ ഓണത്തിന് എന്തായാലും മായമില്ലാത്ത പച്ചക്കറികൾ ഉപയോഗിച്ച് നമുക്ക് സദ്യ ഒരുക്കാം. പുഴയുടെ തൊട്ടടുത്തല്ലേ, നിങ്ങൾ പോയി 3-ാം ദിവസം വെള്ളം കയറി, വീടും പറമ്പും എല്ലാം വെള്ളത്തിലായി, കൃഷിയെല്ലാം നശിച്ചു. ഇന്നാണ് എനിക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞത്. പോയതിനെക്കുറിച്ച് ഇനി ചിന്തിച്ചിട്ട് കാര്യമില്ല. എനിക്ക് അധ്വാനിക്കാനുള്ളൊരു മനസ്സും ആരോഗ്യവും എനിക്കുണ്ട്. പോയതെല്ലാം തിരിച്ചു പിടിക്കും ഞാൻ.